നമസ്കാരം. നിലവിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട്, അതായത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മേശപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി അടുത്ത മുഖ്യമന്ത്രി ആകില്ല. അതായത് CPM ഇനി മൂന്നാമതൊരു ടേമും കൂടെ കേരളം ഭരിക്കാൻ ഉണ്ടാകില്ല. അതായത് CPMന്റെ 3.0, അതായത് പിണറായി വിജയൻ 3.0 എന്ന ആ സ്വപ്നം എന്നേക്കുമായി മറന്നേക്കൂ എന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF അധികാരത്തിൽ വരുമോ എന്ന് ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അങ്ങനെ ഉണ്ടാകില്ല. ഇനി വരാൻ പോകുന്നത് ഒരു തൂക്ക് മന്ത്രിസഭയായിരിക്കും. അതായത് BJPയും UDFും കൂടെ ചേർന്നിട്ടുള്ള ഒരു തൂക്ക് മന്ത്രിസഭയായിരിക്കും ഇനി കേരളത്തിൽ വരാൻ പോകുന്നത് എന്നതാണ് വസ്തുത. നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ വളർച്ചയും അതോടൊപ്പം തന്നെ സഖ്യ രൂപീകരണങ്ങളും ചർച്ചയാകുന്ന സമയമാണിത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടെ BJP കേരളത്തിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇതിന്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും രഹസ്യമായ കൂട്ടുകെട്ടുകൾ ഉണ്ടായെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാലുമാറ്റത്തോടെ BJPയുടെ ഇടപെടൽ മറനീക്കി പുറത്തു വരികയും ചെയ്തിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിലെ രഹസ്യ സഖ്യങ്ങൾ സൂചിപ്പിക്കുന്നത് ചില സംസ്ഥാനങ്ങളിൽ നേരത്തെ BJP ചെയ്തതുപോലെ കേരളത്തിലും ഭരണം പിടിക്കുമെന്നാണ്. 20 സീറ്റുകളെങ്കിലും കിട്ടിയാൽ ഭരണം നേടുമെന്ന ആത്മവിശ്വാസമാണ് നേതാക്കൾ ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. മറ്റത്തൂരിൽ കോൺഗ്രസ് മെമ്പർമാരെല്ലാം കൂട്ടത്തോടെ BJPയുമായി കൂട്ടുകെട്ടിലായത് അരുണാചൽ പ്രദേശ് മോഡലിൽ ആണ്. ആ ഒരു മോഡലാണ് ഇവിടെയും ഉണ്ടായതെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത്. 2016 അരുണാചൽ പ്രദേശിൽ നടന്ന രാഷ്ട്രീയ മാറ്റമാണ് അരുണാചൽ മോഡൽ എന്നറിയപ്പെടുന്നത്. അന്ന് കോൺഗ്രസിന്റെ ഭരണകൂടം ഒറ്റ രാത്രി കൊണ്ട് BJP നേതൃത്വത്തിലുള്ള സഖ്യത്തിന് കീഴടങ്ങി. 60 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് 44 MLAമാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പേമ ഖണ്ഡു ഉൾപ്പെടെയുള്ള 43 MLAമാർ കോൺഗ്രസ് വിട്ട് പീപ്പിൾ പാർട്ടി ഓഫ് അരുണാചൽ എന്ന BJP സഖ്യകക്ഷിയിലേക്ക് ചേക്കേറി. ഏക കോൺഗ്രസ് MLA ആയിരുന്ന മുൻ മുഖ്യമന്ത്രി നഭാം തൂക്കി മാത്രമാണ് പാർട്ടിയിൽ തുടർന്നത്. സംഭവം BJPയുടെ ഓപ്പറേഷൻ ലോട്ടസ് തന്ത്രത്തിന്റെ ക്ലാസിക് ഉദാഹരണമാണ്. കോൺഗ്രസ് ഭരണകൂടം തകർത്ത് BJP സഖ്യം അധികാരത്തിലെത്തി. പിന്നീട് 2019 സമാനമായ കാലുമാറ്റങ്ങൾ അരുണാചലിൽ സാക്ഷ്യം വഹിച്ചു. അവിടെ BJP ഭരണം ഉറപ്പിച്ചു. ഈ മോഡൽ പിന്നീട് ഗോവ, മധ്യപ്രദേശ്, കർണാടക തുടങ്ങി സംസ്ഥാനങ്ങളിലും BJP ആവർത്തിച്ചു. അവിടെ ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും ഭരണം പിടിച്ചു. കേരളത്തിൽ ഇത്തരമൊരു മോഡൽ പ്രയോഗിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കാരണം രാഷ്ട്രീയമാണ്, എന്ത് മാറ്റങ്ങളും നമുക്ക് സ്പോട്ടിൽ തന്നെ പ്രതീക്ഷിക്കാം. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ സമീപകാല സംഭവങ്ങൾ അരുണാചൽ മോഡലിന്റെ കേരളീയ പതിപ്പായി വിലയിരുത്തപ്പെടുന്നുണ്ട്. 24 വാർഡുകളുള്ള ഈ പഞ്ചായത്തിൽ LDF 23 വർഷമായി ഭരണം നടത്തിയിരുന്നു. ഇത്തവണ കോൺഗ്രസിന്റെ 8 വാർഡ് അംഗങ്ങളും ഒരുമിച്ച് പാർട്ടി വിട്ട് BJPയുമായി ചേർന്ന് പ്രസിഡന്റ് സ്ഥാനം പിടിച്ചു. BJP പിന്തുണയുള്ള സ്വതന്ത്രന്, അതായത് ടെസി ജോസ് 12 വോട്ടുകൾ നേടി പ്രസിഡന്റായി. കോൺഗ്രസ് നേതൃത്വം ഈ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തെങ്കിലും അവർ കാലുമാറ്റം നിഷേധിക്കുകയും CPMനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. കേരളത്തിൽ മറ്റത്തൂർ മാത്രമല്ല, വിവിധ സ്ഥലങ്ങളിൽ BJP കോൺഗ്രസ് അഡ്ജസ്റ്റ്മെന്റുകൾ ദൃശ്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ആദ്യമായി അധികാരത്തിലെത്തിയപ്പോൾ UDF പലയിടത്തും 3ാം സ്ഥാനത്തേക്ക് ആവുകയും വോട്ടുകൾ കുത്തനെ കുറയുകയും ചെയ്തു. ദേശീയ തലത്തിൽ കോൺഗ്രസ് MLAമാർ BJPയിലേക്ക് ചേക്കേറുന്ന സാധാരണമാണ്. ഇത് കേരളത്തിലും സാധ്യമാണെന്ന് തെളിയിക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മനസ്സിലാക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് BJP 25% വോട്ട് ഷെയർ ലക്ഷ്യമിടുന്നുണ്ട്. 140 അംഗ നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് 71 സീറ്റുകൾ വേണം. എന്നാൽ അരുണാചൽ പ്രദേശ് മോഡൽ പോലെ കാലുമാറ്റങ്ങൾ വഴി BJPക്ക് ഭൂരിപക്ഷം നേടാൻ അനായാസം സാധിക്കും. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറയുന്നത് പാർട്ടി 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ്. കോൺഗ്രസിലെ അസംതൃപ്തി ഉപയോഗപ്പെടുത്തി കാലുമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കാമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. കോൺഗ്രസിലെ ദുർബലതകൾ ഉപയോഗപ്പെടുത്തി പരമാവധി സീറ്റുകളുമായി ഭരണം പിടിക്കാമെന്ന BJP വാദം യാഥാർത്ഥ്യമാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇത് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ പല തരത്തിലുമുള്ള കളികളും നടക്കുക തന്നെ ചെയ്യും. ഓരോ രാഷ്ട്രീയ പാർട്ടിയും വിജയമാണ് നോക്കുന്നത്.
അപ്പോൾ പല രീതിയിലുള്ള പല കുരിഷ്ട വഴികളും കൂടി ഒപ്പിച്ചാൽ മാത്രമേ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ.